Hi, welcome all to Entry Technical YouTube channel. So, നമ്മുടെ RRB Junior Engineer, SSC Junior Engineer പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വീഡിയോ സീരീസ് ആണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് സെഷനുകളിലായി തന്നെ നമ്മൾ കുറച്ചധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളും അതിനെ റിലേറ്റ് ചെയ്തുള്ള കൺസെപ്റ്റ്സുകളും ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പ്രിപ്പറേഷന് ഒരു ബൂസ്റ്റപ്പ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെസിസ്റ്റൻസ് വെൽഡിംഗ്? ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്നുള്ളതാണ് ചോദ്യം. RRB സീനിയർ സെക്ഷൻ എഞ്ചിനീയർ 2012 നടന്ന എക്സാമിന് ചോദിച്ചതാണ്. ഓപ്ഷൻ എ സീം വെൽഡിംഗ്, ഓപ്ഷൻ ബി പ്രൊജക്ഷൻ വെൽഡിംഗ്, ഓപ്ഷൻ സി സ്പോട്ട് വെൽഡിംഗ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഈ പറയുന്നതിൽ ഏതാണ് റെസിസ്റ്റൻസ് വെൽഡിങ്ങിന് എക്സാമ്പിൾ? അല്ലെ, നമ്മളെ വെൽഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെൽഡിങ്ങുകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ അതില് റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു ടൈപ്പിൽ തന്നെ നമ്മൾ ഒരുപാട് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ആ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. നിങ്ങൾ നോക്കേ, നമ്മൾ വെൽഡിങ്ങിനെ മെയിൻ ആയിട്ട് മൂന്നായിട്ട് ക്ലാസ് ചെയ്തിരിക്കുന്നു. ഒന്ന് സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ്, രണ്ടാമത്തെ ലിക്വിഡ് സ്റ്റേറ്റ് വെൽഡിംഗ്, മൂന്നാമത്തത് സോൾഡ് ഓർ ലിക്വിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹെട്രോജീനസ് വെൽഡിംഗ് എന്ന് നമ്മൾ പറയാം അല്ലെ. അപ്പോ സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗിൽ വരുന്നതാണ് എക്സ്പ്ലോസീവ് വെൽഡിംഗ്, ഫ്രിക്ഷൻ വെൽഡിംഗ്, ഡിഫ്യൂഷൻ വെൽഡിംഗ്, ഫോർജിങ് വെൽഡിംഗ്. ഇതെല്ലാം സോളിഡ് സ്റ്റേറ്റിൽ വരുന്നതാണ്. ലിക്വിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫ്യൂഷൻ വെൽഡിങ്ങിനെ നമ്മൾ വീണ്ടും ഫർദർ ആയിട്ട് മൂന്നായിട്ട് ക്ലാസ് ചെയ്യുന്നു. ഒന്ന് ഗ്യാസ് വെൽഡിംഗ്, രണ്ട് ആർക്ക് വെൽഡിംഗ്, മൂന്ന് റെസിസ്റ്റൻസ് വെൽഡിംഗ്. ഗ്യാസ് വെൽഡിംഗിൽ വരുന്നതാണ് തെർമൈറ്റ് വെൽഡിംഗ്. അതേപോലെ തന്നെ ഗ്യാസ് വെൽഡിംഗിൽ തന്നെ ഓക്സി അസിറ്റിലിംഗ് ഗ്യാസ് വെൽഡിംഗ് ഉണ്ട്, എയർ അസിറ്റിലിംഗ് ഗ്യാസ് വെൽഡിംഗ് ഉണ്ട്, അറ്റോമിക് ഹൈഡ്രജൻ ഗ്യാസ് വെൽഡിംഗ്. അങ്ങനെ ഒരുപാട് ഗ്യാസ് വെൽഡിങ്ങിനകത്ത് തന്നെ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ കാണുന്നുണ്ട്. കെമിക്കൽ റിയാക്ഷന്റെ ബേസിസിലുള്ളതാണ് തെർമൈറ്റ് വെൽഡിംഗ്, അതൊക്കെ നമുക്കറിയാം. ആർക്ക് വെൽഡിംഗിൽ തന്നെ നമ്മള് മിഗ് വെൽഡിംഗ് അല്ലെ, മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, ടങ്സ്റ്റൻ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് അല്ലെ, ഷീൽഡഡ് മെറ്റ് ആർക്ക് വെൽഡിംഗ്, അങ്ങനെ ഒരുപാട് വെൽഡിങ്ങുകൾ നമ്മൾ ആർക്ക് വെൽഡിംഗിൽ കാണുന്നുണ്ട്. അതേപോലെ റെസിസ്റ്റൻസ് വെൽഡിംഗിൽ തന്നെ സ്പോട്ട് വെൽഡിംഗ്, സീം വെൽഡിംഗ്, അപ്സെറ്റ് വെൽഡിംഗ്, പ്രൊജക്ഷൻ വെൽഡിംഗ്, ഫ്ലാഷ് വെൽഡിംഗ്, ഇതൊക്കെ ഏത് വെൽഡിംഗിൽ വരുന്നതാണ്? റെസിസ്റ്റൻസ് വെൽഡിംഗിൽ വരുന്നതാണ്. അപ്പൊ നമ്മുടെ ചോദ്യം ഈ പറയുന്നതിൽ ഏതാണ് റെസിസ്റ്റൻസ് വെൽഡിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? സീം വെൽഡിംഗ്, അത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് വെൽഡിംഗ് തന്നെയാണ്. പ്രൊജക്ഷൻ വെൽഡിംഗ്, ഇറ്റ്സ് ഓൾസോ എ ടൈപ്പ് ഓഫ് റെസിസ്റ്റന്റ് വെൽഡിംഗ്. സ്പോട്ട് വെൽഡിംഗ്, ഇറ്റ്സ് ഓൾസോ എ ടൈപ്പ് ഓഫ് റെസിസ്റ്റന്റ് വെൽഡിംഗ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് അല്ലെ. ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. ഈ പറയുന്നതെല്ലാം റെസിസ്റ്റൻസ് വെൽഡിംഗിൽ ഇൻക്ലൂഡ് ആണ്. അപ്പൊ വെൽഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് RRB ജൂനിയർ എഞ്ചിനീയറിംഗ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വെൽഡിംഗ് അതിന്റെ ക്ലാസിഫിക് ടൈപ്പിൽ നിന്നൊക്കെ സിമ്പിൾ ചോദ്യങ്ങൾ വരാം. അതേപോലെ ആർക്ക് വെൽഡിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇലക്ട്രോഡിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്, നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്ന വെൽഡിംഗ് ഒക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഗ്യാസ് വെൽഡിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓക്സി അസിറ്റിലിംഗ് ഗ്യാസ് വെൽഡിംഗിൽ പല ഫ്ലെയിമുകൾ പഠിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ന്യൂട്രൽ ഫ്ലെയിം, അതേപോലെ ഓക്സിഡൈസിങ് ഫ്ലെയിം, ദെൻ കാർബുറൈസിങ് ഫ്ലെയിം, അങ്ങനെ പല ടൈപ്പ് ഫ്ലെയിമുകളൊക്കെ നമ്മൾ ഗ്യാസ് വെൽഡിംഗിൽ പഠിക്കുന്നുണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ആ ഒരു പോർഷനിൽ നോക്കിയിരിക്കണം. പിന്നെ തെർമൈറ്റ് വെൽഡിംഗ് പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള ആ തെർമൈറ്റ് മിക്സ്ചർ അത് ഏതാണ്, അതിന്റെ റേഷ്യോ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നോക്കണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് RRB ജൂനിയർ എഞ്ചിനീയർ പോലെയുള്ള എക്സാമുകൾക്ക് വെൽഡിംഗിൽ നിന്ന് പ്രതീക്ഷിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നോക്കാം. RRB അലഹബാദ് ജൂനിയർ എഞ്ചിനീയർ 2009 ചോദിച്ച ചോദ്യമാണ്. നമ്മുടെ ഹൈഡ്രോളിക് മെഷീൻസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. ഹൈഡ്രോളിക് മെഷീൻസിലെ ഇമ്പാക്ട് ഓഫ് ജെറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഇമ്പാക്ട് ഓഫ് ജെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ വാട്ടർ ഈസ് ഇൻസേർട്ടഡ് അറ്റ് 10 meter/second velocity through the nozzle of water on 0.0015 meter square area. It impinges perpendicular to the plane which moves away from 5 meter/second velocity. Then the value of force അല്ലെ. അപ്പൊ നമ്മൾ ഇമ്പാക്ട് ഓഫ് ജെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കില് നമ്മൾ ഫോഴ്സിന്റെ എക്സ്പ്രഷൻസുകൾ നമ്മൾ പല കേസിൽ അല്ലെ. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ജെറ്റ് ഓൺ എ സ്റ്റേഷനറി പ്ലേറ്റ് പഠിക്കുന്നുണ്ട്, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ജെറ്റ് ഓൺ എ മൂവിംഗ് പ്ലേറ്റ് പഠിക്കുന്നുണ്ട്. അണ്ടർ ഡിഫറെന്റ് കണ്ടീഷൻസ് അവിടുത്തെ നമ്മൾ പഠിക്കുന്ന ഫോഴ്സിന്റെ എക്സ്പ്രഷൻ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുക. ഒന്നുകിൽ ആ ഡയറക്റ്റ് ഇക്വേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം ഒരു മൂവിംഗ് പ്ലേറ്റ് ആണ്. മാത്രവുമല്ല ആ പ്ലേറ്റ് എന്ന് പറയുന്നത് ജെറ്റിന് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഈ കണ്ടീഷൻ
ഫോഴ്സ് എക്സേർട്ടഡ്, നമ്മൾ എക്സ്പ്രഷൻ പഠിക്കുന്നുണ്ട് അല്ലെ, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ജെറ്റ് അല്ലെ, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ജെറ്റ് ഓൺ എ മൂവിംഗ് പ്ലേറ്റ് ആണ് വേണ്ടത് അല്ലെ, ഓൺ എ മൂവിംഗ് പ്ലേറ്റ് ആണ്. അതും ജെറ്റിന് എങ്ങനെയാണ്, വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലേറ്റ്. അപ്പൊ പ്ലേറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ, എഫ് ഇസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ റോ എ ഇൻറ്റു വി മൈനസ് യു ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിക്കുന്നതാണ്. F is equal to rho a into v minus u the whole square അല്ലെ. ഇവിടെ v എന്ന് പറയുന്നത് എന്താണ്, v എന്ന് പറയുന്നത് നമ്മുടെ വെലോസിറ്റി ഓഫ് ജെറ്റ് ആണ്, ജെറ്റ് വരുന്ന വെലോസിറ്റി. u എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് പ്ലേറ്റ്, പ്ലേറ്റിന്റെ വെലോസിറ്റി. u എന്ന് പറയുന്നത് പ്ലേറ്റിന്റെ വെലോസിറ്റി. അപ്പൊ ഡയറക്റ്റ് ഇക്വേഷൻ നോക്കാം. F is equal to rho, ഇവിടെ വെള്ളത്തിന്റെ ഡെൻസിറ്റി നമുക്കറിയാം 1000 ആണ്. സോ 1000 ഇൻറ്റു ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 0.0015 into v minus u. V velocity of jet എത്രയാണ്, വാട്ടർ ജെറ്റ് ഇസ്, അപ്പൊ v യുടെ വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേപോലെ പ്ലേറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്. സോ 10 മൈനസ് 5 ദ ഹോൾ സ്ക്വയർ. ആൻസർ എന്ത് വരും, 1000 ഇൻറ്റു 0.0015 ഇൻറ്റു 10 മൈനസ് 5 5 ആണ്, 5ന്റെ സ്ക്വയർ 25. സോ 1000 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.5 ഇൻറ്റു 25 എന്ന് വരും. ആൻസർ എത്രയാണ്, 37.5 Newton. So the right answer is option D, 37.5 Newton. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഇതേപോലെ ഏത് കണ്ടീഷനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസുകൾ വരെ. ഇവിടെ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ജെറ്റ് ഓൺ മൂവിംഗ് പ്ലേറ്റ് ആണ്, പ്ലേറ്റ് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പൊ അതേപോലെ ഡിഫറെന്റ് കണ്ടീഷൻസുള്ള ഇക്വേഷൻസുകൾ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. എല്ലാ ഇക്വേഷൻസും നോക്കിയിരിക്കുക, അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസുകൾ നോക്കി തന്നെ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണ് എല്ലാവർക്കും. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, SSC ജൂനിയർ എഞ്ചിനീയർ 2020 ഈവനിങ് ഷിഫ്റ്റിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിലെ നമ്മുടെ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നിന്ന് ചോദിച്ചു. SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമുകൾക്ക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് സബ്ജക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് തെർമൽ റിലേറ്റഡ് ഉള്ള ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ ഒരുപാട് SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ അവിടെ 2020 ചോദിച്ച ചോദ്യമായിരുന്നു, ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ ഡ്യൂറിംഗ് ദ സൈക്കിൾ ഇൻ എ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ഒക്കേഴ്സ് ആഫ്റ്റർ. ഓപ്ഷൻ എ കംപ്രഷൻ, ഓപ്ഷൻ ബി കണ്ടൻസേഷൻ, ഓപ്ഷൻ സി ഇവാപറേഷൻ, ഓപ്ഷൻ ഡി എക്സ്പാൻഷൻ. ഇതിൽ ഏത് പ്രോസസ്സിന് ശേഷമാണ് VCRS ഹയസ്റ്റ് ടെമ്പറേച്ചർ ഉണ്ടാകുന്നത്? നമുക്കറിയാം വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം അല്ലെ. അപ്പൊ ഇവിടെയുള്ള പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് പറയാം. 1 to 2 നമ്മൾ എന്താ എടുക്കുന്നത്, ഐസെൻട്രോപിക് കംപ്രഷൻ. 1 to 2 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് കംപ്രഷൻ ആണ് നടക്കുന്നത്. 2 to 3 എന്താണ്, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ അല്ലെ, ഹീറ്റ് റിജക്ഷൻ അത് കണ്ടൻസറിൽ സംഭവിക്കുന്നു. 3 to 4 എന്ന് പറയുന്നത് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ആണ്. അവിടെ നടക്കുന്നത് ഐസ് എൻതാൽപിക് എക്സ്പാൻഷൻ. നമുക്കറിയാം വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ കംപ്രസറിൽ നടക്കുന്നത് ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്, കണ്ടൻസറിൽ നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആണ്, എക്സ്പാൻഷൻ വാൽവിൽ നടക്കുന്നത് ഐസ് എൻതാൽപിക് എക്സ്പാൻഷൻ ആണ്. അവിടെ എൻതാൽപി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് കോൺസ്റ്റന്റ്. ദെൻ 4 to 1 നമ്മുടെ റെഫ്രിജറേറ്ററിൽ നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ പ്രഷർ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം നമുക്കൊന്ന് വരയ്ക്കാം. VCRS സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം എങ്ങനെയാ വരയ്ക്കുന്നത്? നമ്മുടെ കർവ് ഞാൻ പറയുന്നു, നമ്മുടെ കംപ്രസറിൽ കയറുന്നത് ഒരു ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആണെന്ന് പറയുന്നു. സോ 1 എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ഇവിടെ എടുക്കുന്നു. സോ 1 ന് ഐസെൻട്രോപിക് കംപ്രഷൻ അല്ലേ. സോ 1 ന് പെർപെൻഡിക്കുലർ ആയിട്ട് വെർട്ടിക്കൽ ലൈൻ വരും 2 അല്ലേ. ദെൻ 2 to 3 എന്താ, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ട് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറയും, ഇവിടെ എത്തുമ്പോൾ സാച്ചുറേഷനിലെത്തും, ദെൻ ഫേസ് ചേഞ്ച് നടക്കുന്നു അല്ലെ. സോ 2 to 3. Then 3 to 4 എന്താ, ഐസ് എൻതാൽപിക് എക്സ്പാൻഷൻ ആണ്. അപ്പൊ ഐസ് എൻതാൽപിക് എന്ന് പറയുമ്പോൾ എൻതാൽപി കോൺസ്റ്റന്റ് ആണ്, പക്ഷെ എൻട്രോപ്പിയോട് എന്ത് ചെയ്യും, കൂടും. സോ ഇങ്ങനെ ചരിഞ്ഞു. Then 4 to 1 എന്താ, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ. അപ്പൊ ഹീറ്റ് ആഡ് ചെയ്ത് വീണ്ടും കംപ്ലീറ്റ്ലി വേപ്പർ. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം VCRS സിസ്റ്റത്തിൽ നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ ഈ ഒരു ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റൂ അല്ലെ, മാക്സിമം ടെമ്പറേച്ചർ ഇവിടെ y ആക്സിസിലൂടെ മാക്സിമം ടെമ്പറേച്ചർ എവിടെയാണ് വന്നേക്കുന്നത്, 2 എന്ന് പറയുന്ന പോയിന്റിലാണ് വന്നെങ്കിൽ. 2 എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്, ഐസെൻട്രോപിക് കംപ്രഷൻ കഴിഞ്ഞിറങ്ങുമ്പോഴുള്ള പോയിന്റ് ആണ് അല്ലെ. ഐസെൻട്രോപിക് കംപ്രഷൻ എൻഡ് ചെയ്യുമ്പോഴുള്ള പോയിന്റ് ആണ് 2. 1 to 2 എന്ന് പറയുന്നത്
ഐസെൻട്രോപിക് കംപ്രഷൻ. അപ്പൊ കംപ്രസർ ആണ് 1 to 2. കംപ്രസറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കംപ്രസറിൽ നടക്കുന്ന പ്രോസസ് ആണ് ഐസെൻട്രോപിക് കംപ്രഷൻ. റിവേഴ്സിബിൾ അഡിയബാറ്റിക് കംപ്രഷൻ. കംപ്രസറിൽ നിന്ന് ഇറങ്ങുന്ന പോയിന്റ് ആണ് 2. സോ കംപ്രസറിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് നമുക്ക് മാക്സിമം ടെമ്പറേച്ചർ നമുക്ക് ലഭിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് ഹൈയസ്റ്റ് ടെമ്പറേച്ചർ ഡ്യൂറിംഗ് ദ സൈക്കിൾ ഇൻ വേപ്പർ കംപ്രഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം ഒക്കേഴ്സ് ആഫ്റ്റർ. ആൻസർ ഓപ്ഷൻ എ കംപ്രഷൻ അല്ലെ. ഐസെൻട്രോപിക് കംപ്രഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന ആ പോയിന്റ് 2-ലാണ് നമുക്ക് VCR സിസ്റ്റത്തിൽ മാക്സിമം ടെമ്പറേച്ചർ നമുക്ക് ലഭിക്കുന്നത്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. VCR സിസ്റ്റത്തിന്റെ ബേസ് ചെയ്തുള്ള കൺസെപ്റ്റ്. അവിടുത്തെ COP കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് SSC JEE പോലെയുള്ള എക്സാമുകൾക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് പ്രതീക്ഷിക്കും. ഓക്കെ ആണല്ലോ? ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് RRB JEE SSC JEE കോഴ്സുകളുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോ 9048777244 നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതർവൈസ് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താലും അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ പഠിക്കുക, പഠിച്ച് മുന്നോട്ട് പോവുക. RRB JEE SSC JEE പോലെയുള്ള എക്സാമുകൾ മാക്സിമം ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് ഇനിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെഷൻസുമായി നമുക്ക് ഇനിയും അടുത്ത സെഷനിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ താങ്ക് യു, ടേക്ക് കെയർ.